Hi all, welcome back to a Spoken English Plus. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇഡിയംസ് ഒക്കെ പഠിച്ചു. അതായത് ഇഡിയംസ് എന്ന് പറയുമ്പോഴേക്കും അത് ഇംഗ്ലീഷ് ഭാഷയിലൊക്കെ ഉള്ള ഒരു പ്രത്യേക ശൈലിയാണ്. അപ്പൊ ആ ശൈലികൾക്ക് ആധാരമായിട്ട് നമ്മൾ ഈ പല പല ഒബ്ജക്ട്സോ അല്ലെങ്കിൽ പലതരത്തിലുള്ള ജീവികളെയൊക്കെ ആശ്രയിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ടും നമ്മുടെ ഭൂമിയിലെ വൈവിധ്യങ്ങളിൽ ഒന്നായ മീനുകളെ കുറിച്ച്, അതായത് മീനുകൾ വെച്ചിട്ടുള്ള മീനുകളുടെ സ്വഭാവ സവിശേഷതകളും മീൻ എന്ന് പറയുന്ന ഫിഷ് എന്ന് പറയുന്ന പദവും ഉൾപ്പെടുന്ന ചില ഇംഗ്ലീഷ് ഭാഷയിലെ ശൈലികളാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ സംസാരിക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി നമ്മുടെ സംസാര രീതികളിൽ ഇതുപോലെയുള്ള ശൈലികൾ കൊണ്ടുവരുമ്പോഴേക്കും കുറെ കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് മറ്റുള്ളവരോട് കോൺഫിഡൻസോടുകൂടി സംസാരിക്കാനും അർത്ഥവത്തായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ആരും വിചാരിക്കരുത്. നല്ല സന്തോഷത്തോടുകൂടി തന്നെ ഇത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ആ ഒരു ഇഡിയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ഫിഷ്. ബിഗ് ഫിഷ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ അത് കേൾക്കുന്ന പോലെ തന്നെ വലിയൊരു മീൻ. അതായത് ഇവിടെ കാണിക്കുന്നത് വെച്ചാൽ ഒരു വ്യക്തിയുടെ പ്രാധാന്യം, അയാളുടെ ഇമ്പോർട്ടൻസ് അതാണ് കാണിക്കുന്നത്. അപ്പൊ ഈ വ്യക്തിയുടെ പ്രാധാന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ബിഗ് ഫിഷ് എന്ന രീതിയിലെ ശൈലി ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് സെന്റൻസുകൾ നമുക്ക് നോക്കാം. She was a big fish in her small village. She was a big fish in her small village. എന്ന് പറയുമ്പോഴേക്കും എന്താ അതിന്റെ അർത്ഥം? അവളുടെ ചെറിയ ഗ്രാമത്തില് അവളായിരുന്നു ഒരു വലിയ പ്രധാനപ്പെട്ട ആള്. അതായത് ഈ കൊച്ചു ഗ്രാമത്തില് ഒരു വലിയ പ്രാധാന്യം അവൾക്കുണ്ടായിരുന്നു എന്ന് കാണിക്കുന്ന ഒരു സെന്റൻസ് ആണിത്. ഓക്കെ, അപ്പൊ ഷീ വാസ് എ ബിഗ് ഫിഷ് ഇൻ ഹെർ സ്മോൾ വില്ലേജ്. അടുത്ത സെന്റൻസ് നോക്കാം. ഹി വാസ് എ ബിഗ് ഫിഷ് അറ്റ് ഹിസ് ഓൾഡ് ജോബ്. ഹി വാസ് എ ബിഗ് ഫിഷ് അറ്റ് ഹിസ് ഓൾഡ് ജോബ് എന്ന് പറയുമ്പോഴേക്കും അയാളുടെ പഴയ ജോലിയിൽ അയാൾ ഒരു വലിയ വ്യക്തിയായിരുന്നു. അതായത് നല്ല ഇമ്പോർട്ടൻസ് ഉള്ള, നല്ല പ്രാധാന്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. അതായത് പ്രാധാന്യമുള്ള ഒരു ജോലി ചെയ്തിരുന്ന ആളാണെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അയാളുടെ പഴയ ജോലിയിൽ, ഇപ്പോൾ ഉള്ള ജോലിയിൽ വ്യത്യാസമുണ്ട്, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. ഹി വാസ് എ ബിഗ് ഫിഷ് അറ്റ് ഹിസ് ഓൾഡ് ജോബ്. അടുത്തൊരു ഇഡിയമാണ് ഫിഷിംഗ് ഫോർ കോംപ്ലിമെന്റ്സ്. ഫിഷിംഗ് ഫോർ കോംപ്ലിമെന്റ്സ്. അപ്പൊ നമുക്കറിയാം ഫിഷിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? മീൻ പിടിക്കുക. എന്തിനു വേണ്ടിയാണ് മീൻ പിടിക്കുന്നത്? ഫോർ കോംപ്ലിമെന്റ്സ്. അപ്പൊ കോംപ്ലിമെന്റ്സ് അതായത് അനുമോദനങ്ങൾ, അഭിനന്ദനങ്ങളൊക്കെ കിട്ടുന്നതിന് വേണ്ടി നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോഴേക്കും അതിനാണ് ഫിഷിംഗ് ഫോർ കോംപ്ലിമെന്റ്സ് എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ പ്രശംസ കിട്ടുന്നതിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളെയാണ് ഫിഷിംഗ് ഫോർ കോംപ്ലിമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ സെന്റൻസുകൾ എങ്ങനെ ഉപയോഗിക്കാം, അതായത് ഈ ശൈലി ഉപയോഗിച്ചുള്ള സെന്റൻസുകൾ നമുക്ക് നോക്കാം. യു സ്റ്റോപ്പ് ഫിഷിംഗ് ഫോർ കോംപ്ലിമെന്റ്സ് because we know that you are beautiful in that dress. Okay, you stop fishing for compliments. അതായത് നീ പ്രശംസ ആഗ്രഹിക്കുന്നത് നിർത്തുക. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾക്കറിയാം നീ ഇട്ടിരിക്കുന്ന ആ വസ്ത്രത്തില് നല്ല സുന്ദരിയാണെന്ന്. ഓക്കെ, അപ്പൊ ആ ഒരു പ്രശംസയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹം നീ നിർത്തുക. ഫിഷിംഗ് ഫോർ കോംപ്ലിമെന്റ്സ് നിർത്തുക എന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, യു സ്റ്റോപ്പ് ഫിഷിംഗ് ഫോർ compliments because we know you are beautiful in that dress. അടുത്തൊരു സെന്റൻസ് നോക്കാം. He is always fishing for compliments instead of accepting his own limits. He is always fishing for compliments instead of accepting his own limits. അവന്റെ കുറവുകൾ അംഗീകരിക്കുന്നതിന് പകരം അവൻ എപ്പോഴും പ്രശംസ തേടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. അപ്പൊ പ്രശംസ തേടുക, പ്രശംസ ആഗ്രഹിക്കുക എന്നുള്ളതിനാണ് ഫിഷിംഗ് ഫോർ കോംപ്ലിമെന്റ്സ് എന്നതിലൂടെ അർത്ഥമാക്കുന്നത്. അടുത്തൊരു ഇഡിയമാണ് ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ. ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഫിഷ് എവിടെയാണ് ആയിരിക്കേണ്ടത്? വെള്ളത്തിലാണ്. അപ്പൊ വെള്ളത്തിൽ നിന്ന് പുറത്തു വരുന്ന ഫിഷിന് ആ ഒരു സാഹചര്യമായിട്ട് യോജിച്ചു പോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതേ ഒരു കാര്യം തന്നെയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ പുതിയൊരു സാഹചര്യത്തോട് ഇണങ്ങി ചേരാനായിട്ട് സാധിക്കാതെ വരുന്ന വ്യക്തികളെയാണ് നമ്മൾ പറയുന്നത് ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ. അപ്പൊ നമുക്ക് അതിന്റെ സെന്റൻസുകൾ നോക്കാം. ഐ ഫീൽ ലൈക്ക് എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ ഇൻ ദ ന്യൂ കമ്പനി. ഐ ഫീൽ ലൈക്ക് എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ ഇൻ ദ ന്യൂ കമ്പനി. ഈ പുതിയ കൂട്ടുകെട്ടിലെ എനിക്ക് തോന്നുന്നത്
ഞാൻ അതിൽ നിന്ന് പുറത്താണ്, അതായത് ഈ സാഹചര്യത്തോട് ഞാൻ ചേരുന്നില്ല, എനിക്ക് ചേരാൻ സാധിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഈ സെന്റൻസിലൂടെ അർത്ഥമാക്കുന്നത്. എന്റെ സ്വഭാവവും അവരുടെ സ്വഭാവവുമായിട്ട് ചേരുന്നില്ല, അതുകൊണ്ട് എനിക്ക് ഈ സാഹചര്യവുമായിട്ട് ചേരാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ ആണ് ഈ പുതിയ കമ്പനിയിൽ. വില്ലേജ് ഗേൾ വാസ് ലൈക്ക് എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ ഇൻ ദ ടൗൺ. The village girl was like a fish out of water in the town. അതായത് ഗ്രാമത്തിലെ ഗ്രാമീണ പെൺകുടി എങ്ങനെയാണ് ഈ ടൗണിൽ വന്നപ്പോഴേക്കും ആ സാഹചര്യവുമായിട്ട് ഇണങ്ങി ചേരാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ എങ്ങനെയാണ്? ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ ആണ് അല്ലെ. അപ്പൊ ഈ ഗ്രാമീണ പെൺകുടി ഈ ടൗണിൽ വന്നപ്പോഴേക്കും ആ സാഹചര്യങ്ങളുമായിട്ട് ഇണങ്ങി ചേരാൻ അവൾക്ക് സാധിക്കുന്നില്ല എന്ന ആശയം വ്യക്തമാക്കുന്ന ശൈലിയാണ് എന്ത്? ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ. ഇഡിയമാണ് മേക്ക് ഫിഷ് ഓഫ് വൺ ആൻഡ് ഫ്ലഷ് ഓഫ് അനദർ. മേക്ക് ഫിഷ് ഓഫ് വൺ ആൻഡ് ഫ്ലഷ് ഓഫ് അനദർ എന്ന് പറഞ്ഞാല് നമ്മൾ എല്ലാവരെയും ഒരേ രീതിയിൽ അംഗീകരിക്കാതെ എല്ലാവരെയും തമ്മിൽ തമ്മിൽ വേർതിരിച്ച് കാണുന്ന ആ ഒരു മനോഭാവം. ഓക്കെ, എല്ലാവരും ഒരേപോലെ കാണാതെ അവരുടേതായിട്ടുള്ള ചില കാര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ മറ്റുള്ളവർ വേർതിരിച്ച് കാണൂലേ, അതിനെയാണ് ഈ രീതിയിലുള്ള ഒരു എക്സ്പ്രഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ സെന്റൻസുകൾ നോക്കാം. ടേക്ക് ഫിഷ് ഓഫ് വൺ ആൻഡ് ഫ്ലഷ് ഓഫ് അനദർ. ഇത് ഉപയോഗിച്ച് തന്നെയുള്ള ഒരു സെന്റൻസ് ആണ്. അതായത് മറ്റുള്ളവരെ വേർതിരിച്ച് കാണാതിരിക്കുക. ഡോണ്ട് മേക്ക് ഫിഷ് ഓഫ് വൺ ആൻഡ് ഫ്ലഷ് ഓഫ് അനദർ എന്ന് വെച്ചാൽ നിങ്ങൾ ആരെയും വേർതിരിച്ച് കാണാതിരിക്കുക, അതായത് എല്ലാവരെയും തുല്യരായി കാണുക എന്നാണ് ഇതിന്റെ അർത്ഥം. അടുത്ത സെന്റൻസ് നോക്കാം. യു ഷുഡ് നോട്ട് മേക്ക് ഫിഷ് ഓഫ് വൺ ആൻഡ് ഫ്ലഷ് ഓഫ് അനദർ വൈൽ എഡ്യൂക്കേറ്റിംഗ് ചിൽഡ്രൻ. യു ഷുഡ് നോട്ട് മേക്ക് ഫിഷ് ഓഫ് വൺ ആൻഡ് ഫ്ലഷ് ഓഫ് അനദർ വൈൽ എഡ്യൂക്കേറ്റിംഗ് ചിൽഡ്രൻ. അതായത് കുട്ടികളെ പരിശീലിപ്പിക്കുന്ന സമയത്ത്, അതായത് വിദ്യാഭ്യാസത്തിന്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്, പരിശീലിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അവരെ വേർതിരിച്ച് കാണരുത്. കുട്ടികളെ വിദ്യാഭ്യാസപരമായിട്ട് നമ്മൾ പരിശീലിപ്പിക്കുന്ന സമയത്ത് അവരെ തമ്മിൽ വേർതിരിച്ച് കാണരുത്, അതായത് അവരെ തുല്യരായിട്ട് കാണണം എന്നാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. ഫിഷ് സ്റ്റോറി. ഫിഷ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു നുണ, എ ബിഗ് ലൈ എന്നാണ് അതിന്റെ അർത്ഥം. ഫിഷ് സ്റ്റോറി. അപ്പൊ നമുക്ക് പറയാം ആ നുണ, വലിയ നുണ, വൻ നുണ പറയുന്നവർ. അപ്പൊ ഹി സെയ്സ് എ ഫിഷ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഒരു വലിയ നുണയാണ് പറയുന്നത്. ഹി സെയ്സ് എ ഫിഷ് സ്റ്റോറി. ഒരു സെന്റൻസ് പറയാം. ഡോണ്ട് ബിലീവ് ഹെർ ഫിഷ് സ്റ്റോറീസ്. അവളുടെ നുണകൾ വിശ്വസിക്കരുത്. ഡോണ്ട് ബിലീവ് ഹെർ ഫിഷ് സ്റ്റോറീസ്. നെയ്തർ ഫിഷ് നോർ ഫൗൾ. നെയ്തർ ഫിഷ് നോർ ഫൗൾ. അതായത് ഒരു കാര്യം നമ്മൾ കാണുമ്പോഴേക്കും അത് എന്താണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണോ അതാണോ എന്ന് നമ്മൾ ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു കണ്ടീഷനില്ലേ, അതിനെയാണ് നമ്മൾ പറയുന്നത് നൈദർ ഫിഷ് നോർ ഫൗൾ. അപ്പൊ എക്സാമ്പിൾസ് നോക്കാം. ഹിസ് ബിഹേവിയർ ഈസ് നൈദർ ഫിഷ് നോർ ഫൗൾ. ഹിസ് ബിഹേവിയർ ഈസ് നൈദർ ഫിഷ് നോർ ഫൗൾ. ഹി ഈസ് നൈദർ ആംഗ്രി നോർ calm. He is neither angry nor calm. അതായത് അവന്റെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അവൻ ദേഷ്യപ്പെടുകയാണോ അവൻ ശാന്തനായിരിക്കുകയാണോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അതാണ് നമ്മളിവിടെ പറയുന്നത് ഹിസ് ബിഹേവിയർ ഈസ് നൈദർ ഫിഷ് നോർ ഫൗൾ. ഓക്കെ, ഹിസ് ബിഹേവിയർ ഈസ് നൈദർ ഫിഷ് നോർ ഫൗൾ. അതായത് ഹി ഈസ് നൈദർ ആംഗ്രി nor calm. His vehicle is neither fish nor fowl. His vehicle is neither fish nor fowl എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ വെഹിക്കിൾ, അവന്റെ വാഹനം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇറ്റ് ഈസ് നൈദർ കാർ നോർ ട്രക്ക്. ഇറ്റ് ഈസ് നൈദർ എ കാർ നോർ എ ട്രക്ക്. ഇതൊരു കാറാണോ അതോ ഒരു ട്രക്കാണോ എന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ മനസ്സിലാക്കാനായിട്ട് സാധിക്കാത്ത രണ്ട് കാര്യങ്ങൾ വരും. അതായത് ഒരു ഇതിനെ കാണുമ്പോൾ നമുക്ക് രണ്ടിതായിട്ട് തോന്നുവാണ്. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങൾക്കാണ് നമ്മളിവിടെ നൈദർ ഫിഷ് നോർ ഫൗൾ എന്ന് പറയുന്നത്. അടുത്തൊരു ഇഡിയമാണ് ലൈക്ക് ഷൂട്ടിംഗ് ഫിഷ് ഇൻ എ ബാരൽ. ഷൂട്ടിംഗ് ഫിഷ് ഇൻ എ ബാരൽ. അതായത് നമുക്ക് പറയാം
ഒരു ഫിഷ് ഒരു ബാരലിന്റെ അകത്താണെങ്കിൽ അതിന്റെ അകത്ത് ആ ഒരു പരിധി ഉണ്ടല്ലോ. അപ്പൊ ആ പരിധിക്കുള്ളിൽ എന്തും നമുക്ക് ചെയ്യാം ഈസി ആയിട്ട്. അതേസമയം ഒരു വെള്ളത്തില് ഒരു കടലിന്റെ അകത്ത് അല്ലെങ്കിൽ ഒരു പുഴയിലൊക്കെ കിടക്കുന്ന ഒരു ഫിഷിനെ പിടിക്കുക എന്ന് പറയുന്നത് കുറച്ച് നല്ല റിസ്കി ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് അല്ലെ. പക്ഷെ ഒരു ചെറിയൊരു ബൗളിന്റെ അകത്ത് ആയിരിക്കുന്ന ഒരു ഫിഷിനെ നമുക്ക് എളുപ്പത്തിൽ പിടിച്ചെടുക്കാം. അപ്പൊ വെരി ഈസി ആയിട്ടുള്ള കാര്യങ്ങളെയാണ് ലൈക്ക് ഷൂട്ടിംഗ് ഫിഷ് ഇൻ എ ബാരൽ എന്നതിലൂടെ അർത്ഥമാക്കുന്നത്. അപ്പൊ വെരി ഈസി എന്ന രീതിയിൽ പ്രയോഗിക്കുന്ന ഈ എക്സ്പ്രഷന്റെ സെന്റൻസുകൾ നമുക്ക് നോക്കാം. ഫൈൻഡിങ് എറേഴ്സ് ഇൻ ഹിസ് വർക്ക് ഈസ് ലൈക്ക് ഷൂട്ടിംഗ് ഫിഷ് ഇൻ എ ബാരൽ. ഫൈൻഡിങ് എറേഴ്സ് ഇൻ ഹിസ് വർക്ക് ഈസ് ലൈക്ക് ഷൂട്ടിംഗ് ഫിഷ് ഇൻ എ ബാരൽ എന്ന് പറഞ്ഞാല് അവന്റെ വർക്കിലുള്ള എറേഴ്സ്, തെറ്റുകൾ കണ്ടുപിടിക്കാൻ എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. അവന്റെ വർക്കിലുള്ള മിസ്റ്റേക്സ് ഒക്കെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണെന്നാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. ഫൈൻഡിങ് എറേഴ്സ് ഇൻ ഹിസ് വർക്ക് ഈസ് ലൈക്ക് ഷൂട്ടിംഗ് ഫിഷ് ഇൻ എ ബാരൽ. അടുത്തൊരു സെന്റൻസ് നോക്ക്. മേക്കിംഗ് ഹെർ ആംഗ്രി. മേക്കിംഗ് ഹെർ ആംഗ്രി ഈസ് ലൈക്ക് ഷൂട്ടിംഗ് ഫിഷ് ഇൻ എ ബാരൽ. മേക്കിംഗ് ഹെർ ആംഗ്രി, അതായത് അവളെ ദേഷ്യപ്പെടുത്തുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? വളരെ ഈസിയാണ്. അതാണ് അവളെ ദേഷ്യപ്പെടുത്തുന്നത് വളരെ ഈസിയാണ്. മേക്കിംഗ് ഹെർ ആംഗ്രി ഈസ് ലൈക്ക് ഷൂട്ടിംഗ് ഫിഷ് ഇൻ എ ബാരൽ. അടുത്ത വേറൊരു എക്സ്പ്രഷൻ ആണ് ഡ്രിങ്ക് ലൈക്ക് എ ഫിഷ്. ഡ്രിങ്ക് ലൈക്ക് എ ഫിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുടിക്കുന്നത് എന്താണ്? വെള്ളം. വെള്ളത്തിന്റെ അകത്തായി കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ ഫിഷിന്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഫിഷ് എപ്പോഴും വെള്ളത്തിൽ കിടക്കും. ഡ്രിങ്ക് ലൈക്ക് എ ഫിഷ്, അമിത മദ്യപാനം, അതിനെയാണ് ഡ്രിങ്ക് ലൈക്ക് എ ഫിഷ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് വെച്ചിട്ടുള്ള സെന്റൻസുകൾ നമുക്ക് നോക്കാം. ഹി ക്യാൻ ഡ്രിങ്ക് ലൈക്ക് എ ഫിഷ് ആൻഡ് സ്റ്റിൽ ഫങ്ഷൻ ദ നെക്സ്റ്റ് ഡേ. ഹി ക്യാൻ ഡ്രിങ്ക് ലൈക്ക് എ ഫിഷ് ആൻഡ് സ്റ്റിൽ ഫങ്ഷൻ ദ നെക്സ്റ്റ് ഡേ. അതായത് സാധാരണഗതിയിൽ കുടിച്ചിട്ടുള്ള ആളുകൾക്ക് പിറ്റേ ദിവസം ഒരു ഹാങ് ഓവർ ഉണ്ടാവും. പക്ഷെ ഇയാൾ അമിതമായ മദ്യപാനി ആണെങ്കിൽ പോലും അയാൾക്ക് പിറ്റേ ദിവസം നന്നായിട്ട് വർക്ക് ചെയ്യാനൊക്കെ സാധിക്കും. അതാണ് ഇതിന്റെ അർത്ഥം. ഹി ക്യാൻ ഡ്രിങ്ക് ലൈക്ക് എ ഫിഷ് ആൻഡ് സ്റ്റിൽ ഫങ്ഷൻ the next day. You should not drink like a fish while attending the meeting. You should not drink like a fish while attending the meeting. മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അമിതമായിട്ട് മദ്യപിക്കരുത്. You should not drink like a fish while attending the meeting. ഒരു ഇഡിയമാണ് better fish to fry. better fish to fry എന്ന് പറഞ്ഞാല് എനിക്ക് ഇപ്പോ ചെയ്യുന്ന ഈ കാര്യത്തിനേക്കാളും കുറെ കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ചെയ്യാനുണ്ട് എന്ന് കാണിക്കാം. ഒന്നിനേക്കാൾ മെച്ചമായ മറ്റൊന്നുണ്ട് എന്ന് കാണിക്കുന്നതിനാണ് ബെറ്റർ ഫിഷ് ടു ഫ്രൈ എന്ന് പറയുന്ന ഈ ഒരു ഇഡിയം ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്കത് ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസുകൾ നോക്കാം. ഐ ലൈക്ക് ടു സ്പീക്ക് ടു യു നൗ ബട്ട് ഐ ഹാവ് ബെറ്റർ ഫിഷ് ടു ഫ്രൈ. ഐ ലൈക്ക് ടു സ്പീക്ക് ടു യു നൗ ബട്ട് ഐ ഹാവ് ബെറ്റർ ഫിഷ് ടു ഫ്രൈ എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നോട് ഇപ്പോൾ സംസാരിക്കാനായിട്ട് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമുണ്ട് ഇപ്പോൾ, പക്ഷേ എനിക്ക് ഇതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യമുണ്ട്. അപ്പൊ ആ കാര്യം ഉള്ളത് കൊണ്ട് ഈ കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇതാണ് ഒന്ന് മാറ്റി വെച്ചിട്ട് വേറൊന്ന് അതിനേക്കാളും ബെറ്റർ ഉണ്ട് എന്ന് കാണിക്കുന്നത്. ഐ ലൈക്ക് ടു സ്പീക്ക് ടു യു നൗ ബട്ട് ഐ ഹാവ് ബെറ്റർ ഫിഷ് ടു ഫ്രൈ. അടുത്ത സെന്റൻസ് നോക്കാം. She has got better fish to fry than working here. She has got better fish to fry than working here. ഇവിടെ ജോലി ചെയ്യുന്നതിനേക്കാളും നല്ല ഒരു ജോലി അവൾക്ക് കിട്ടി. അതായത് ഇവിടെ ജോലി ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം അവൾക്ക് കിട്ടി എന്നാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. She has got a better fish to fry than working here. അടുത്ത ഒരു ഇഡിയമാണ് a different kettle of fish. A different kettle of fish എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം, ഒരു ഫിഷിന്റെ വേറൊരു കെറ്റിലിന്റെ അകത്ത് കിടക്കുന്ന ഒരു ഫിഷ് എന്നുള്ള രീതിയിൽ. അതായത് ഇതിനെ താരതമ്യം ചെയ്യാൻ പറ്റില്ല, താരതമ്യം ചെയ്യാൻ സാധിക്കാത്തത് എന്നാണ് ഇതിനർത്ഥം. അതായത് നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ ഹ്യൂമൻ ടെൻഡൻസി ഒന്നിനെ വേറൊന്നിനോട് താരതമ്യം ചെയ്യാനാണ്. അപ്പൊ ഇവിടെ താരതമ്യത്തിനൊക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളെയാണ് ഇവിടെ എ ഡിഫറെന്റ് കെറ്റിൽ ഓഫ് ഫിഷ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ സെന്റൻസുകൾ നോക്കാം. Learning to ride a bike is easy, but learning to drive a car is a different kettle of fish. Okay, അതായത് നമുക്ക് ഒരു ബൈക്ക് ഓടിക്കാനായിട്ട് എളുപ്പമാണ്,
പക്ഷെ കാർ ഓടിക്കുക എന്ന് പറയുന്നത് ഈ ബൈക്ക് ഓടിക്കുന്നതുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ല, അതിനേക്കാളും ബുദ്ധിമുട്ടാണ് എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഓക്കെ, ലേണിംഗ് ടു റൈഡ് എ ബൈക്ക് ഈസ് ഈസി ബട്ട് ലേണിംഗ് ടു ഡ്രൈവ് എ കാർ ഈസ് എ ഡിഫറെന്റ് കെറ്റിൽ ഓഫ് ഫിഷ്. പ്ലാനിംഗ് ദ ട്രിപ്പ് ഈസ് ഈസി ബട്ട് executing the plan is a different kettle of fish. Planning the trip is easy but executing the plan is a different kettle of fish എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാനായിട്ട് എളുപ്പമാണ്, പക്ഷെ അതിനെ എക്സിക്യൂട്ട് ചെയ്യുക, അതായത് പ്രവൃത്തിയുടെ പദത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാൻ ചെയ്യുന്നത് പോലെ ഈസി അല്ല, അത് ഡിഫിക്കൽട്ട് ആണ്. അതിന് രണ്ടിനെയും കൂടി താരതമ്യം ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാണ് ഇവിടെ ഡിഫറെന്റ് കെറ്റിൽ ഓഫ് ഫിഷ് എന്നതിലൂടെ അർത്ഥമാക്കുന്നത്. ഓക്കെ, നമ്മളപ്പോ ഇന്നത്തെ ദിവസം കുറെ ഫിഷിനെ കുറിച്ചുള്ള ഇഡിയംസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഈ ശൈലികളൊക്കെ നമ്മുടെ സംസാരത്തിലേക്ക് കൂടുതലായിട്ട് ഉൾപ്പെടുത്തണം. കാരണം ഇങ്ങനെയുള്ള സംസാരം നമുക്ക് നല്ല ഒരു ബെറ്റർ ആയിട്ട് മറ്റുള്ളവർക്ക് നമ്മൾ സംസാരിക്കുന്ന കാണുമ്പോൾ തന്നെ നല്ലൊരു ഇംപ്രഷൻ വരും. ഓക്കെ, നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള കുറെ ഇഡിയംസും ശൈലികളൊക്കെ നമ്മുടെ സംസാരത്തിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തണം. അപ്പൊ സാധാരണഗതിയിൽ നമ്മുടെ സാധാരണ സംസാരത്തിൽ ഇതുപോലെയൊന്നും വരുത്താറില്ല, പക്ഷെ ഇത് വരുത്തുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾക്കും അതുപോലെ കേൾക്കുന്നവർക്കും ഒരു നല്ല ഒരു ഇംപ്രഷൻ, നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചും അതുപോലെ കേൾക്കുന്നവർക്ക് നിങ്ങളുടെ സംസാരത്തെക്കുറിച്ച് ഒരു നല്ല ഇംപ്രഷൻ കിട്ടും. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഒത്തിരി സെന്റൻസുകൾ ഇതുപോലെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം. ഇനി അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.